ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ചെറിയ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്തോ ഇന്ന് യൂട്യൂബിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. യൂസ് പ്രൊമോട്ട് ടു ഗ്രോ ഓൺ യൂട്യൂബ്, സ്റ്റാർട്ട് ആഡ് ആൻഡ് കമ്പൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ മുതൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാരോട് മറുപടി പറഞ്ഞു. ഞാൻ നോർമലി കണ്ടന്റ് ചെയ്യൽ വളരെ കുറവായതുകൊണ്ട്, പക്ഷെ ഡൗട്ട്സ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി വാട്സപ്പിൽ ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. മറ്റു പലരും വീഡിയോസ് ഇട്ട് ഞാൻ കണ്ടുട്ടോ. കുറെ ആളുകൾ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്ഡേറ്റ് അല്ല, ഒരു നോട്ടിഫിക്കേഷൻ ആണ്. പലരും ഇത് പരിചയപ്പെടുത്തുമ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നു എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്ഡേറ്റ് അല്ല, ഒരു നോട്ടിഫിക്കേഷൻ മാത്രമാണ് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഇത്. പഴയ പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ് കേട്ടോ. യൂട്യൂബിൽ നിങ്ങൾക്ക് ആഡ്സ് കൊടുക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം, അതായത് പരസ്യങ്ങളായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പരസ്യങ്ങളില്ലേ, അതുപോലെ നിങ്ങളുടെ വീഡിയോസും കൊടുക്കാൻ കഴിയും എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പുതിയ അപ്ഡേറ്റ് ഒന്നുമല്ല. ഇത് നിങ്ങളെ ഒന്ന് യൂട്യൂബ് ഓർമ്മിപ്പിച്ചത് മാത്രമാണ് ഈ കാണുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ യൂട്യൂബിൽ നമുക്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുമോ, എന്താണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോകാം. ഒന്നുമല്ല, നിങ്ങളുടെ വീഡിയോസ് യൂട്യൂബ് ആഡ്സ് ആയിട്ട് കൊടുക്കുക. യൂട്യൂബ് പരസ്യമായിട്ട് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കൊടുക്കുന്നു എന്ന് മാത്രമാണ്. അത് എത്ര പേരിലേക്ക് എത്തിക്കണമോ, ഏതെല്ലാം സ്ഥലത്ത് എത്തിക്കണമോ, ഏതെല്ലാം ഏജിലുള്ളവർക്ക് എത്തിക്കണമോ, ഇതൊക്കെ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അതിനനുസരിച്ച് പൈസയുടെ ഇതിങ്ങനെ കൂടി വരും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ എടുക്കാം. ഇനി ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് അത് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആവും. ഓർക്കുക, ഇതിൽ നിന്ന് കിട്ടുന്ന വാച്ചിങ് അവർ ഒരിക്കലും നിങ്ങളുടെ വാച്ചിങ് അവറായി കണക്കാക്കില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. പക്ഷെ ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയാം, ഇതിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതിൽ നിന്ന് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അത്യാവശ്യം നിങ്ങളൊരു 1 lakh പേരിലേക്ക് ഇത് പോകണം എന്നുള്ള ഒരു ഇതിലാണ് ചെയ്തിട്ടെങ്കിൽ, നോർമലി ഒരു 1 lakh പേര് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് അതൊരു മിനിമം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നുള്ളത്. പക്ഷെ കിട്ടുന്നത് ഓർഗാനിക്കായി നിങ്ങളെ ഇഷ്ടപ്പെട്ട് സബ് ചെയ്യുന്ന സബുകളായിരിക്കും. ഒരിക്കലും നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന അത്തരത്തിൽ പരിപാടികളൊക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ യൂട്യൂബിൽ. ചെറിയ പൈസക്കും വലിയ 5000-ന് ചെയ്യുന്നവരുണ്ട്, 500 രൂപക്കും 1000 സബ്സ്ക്രൈബേഴ്സ് തരുന്നവരുണ്ട്. ഓക്കെ, ഓർഗാനിക് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഞങ്ങൾ തന്നെ ചുട്ടെടുത്ത് കരിച്ച് പൊരിച്ച് ഉണ്ടാക്കിയ സബ്ബാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത്തരം സബ്ബ് വാങ്ങുന്നതിനേക്കാൾ ഇതിൽ നിന്ന് കിട്ടുന്ന 10 സബ് ആയാൽ പോലും അത് ഓർഗാനിക് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അത് എന്താണെന്നുള്ളത് അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പൊ അത്തരത്തിൽ സബ്, അപ്പൊ ഇതിൽ സബിന് വേണ്ടി നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇനി ഇത്തരത്തിൽ ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്, നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് പേർ കാണണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് സബിന് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടി ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അതായത് ഒരു സീസൺ ബിസിനസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഡ്രസ്സ് വ്യാപാരമൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, സീസൺ ടൈമിൽ നിങ്ങൾക്ക് ഇപ്പോൾ പെരുന്നാൾ, ബക്രീദ്, വിഷു, ഓണം എന്നുള്ള സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്ന് ജനങ്ങളിലേക്ക് അറിയാനും, നിങ്ങളുടെ നമ്പർ സ്പ്രെഡ് ചെയ്യാനും, അത്തരത്തിൽ ഒരുപാട് ആളുകളിലേക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് വിടാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഒരു 1 lakh, ഒരു മിനിമം ഒരു 1,00,000 പേരിലേക്ക് വ്യൂസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറുകൾ അത്രയും പേരിലേക്ക് എത്തും. നിങ്ങളുടെ ചാനലും പ്രൊഡക്റ്റും ഒക്കെ അത്രയും പേരിലേക്ക് എത്തും. അപ്പൊ അത്തരത്തിൽ അവർ കാണുന്നത് കൊണ്ട് ആവശ്യക്കാരിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ്. ഏത് ഏജിലുള്ളവർക്ക് വേണം എന്നുള്ളതും ഏത് സറൗണ്ടിലുള്ളവർക്ക് വേണം എന്നുള്ളതും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. നിങ്ങളുടെ ഷോപ്പുമായി ബന്ധമുള്ള ആളുകൾക്ക് വണ്ടിയിൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സറൗണ്ട് ക്രമീകരിക്കാനൊക്കെ ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാഗ്രാമിലും ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിൽ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിൽ ഇതിന് ബൂസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ യൂട്യൂബിൽ നമ്മൾ പ്രൊമോട്ട് എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ഒരു സംഭവം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിൽ നിന്നും വാച്ചിങ് അവർ ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഇനി കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് പക്ക അത് ഓർഗാനിക് സബുമായിരിക്കും എന്നുള്ളത് ഇത് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു ഓപ്ഷനാണ്. ഇത് ഏതോ കാലത്ത് യൂട്യൂബിലുണ്ട്, നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു
എന്ന് മാത്രമാണ് ഇതുള്ളത്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വരാനുള്ള ഒരു സാധ്യത എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. യൂട്യൂബ് ഓപ്ഷനുകളും കാര്യങ്ങളും ഒന്ന് ശക്തമാക്കിയിട്ടുണ്ട്. യൂട്യൂബിന്റെ റൂൾസും എല്ലാം ഇപ്പൊ ഭയങ്കര ഇതാണ്. നിങ്ങൾ വീഡിയോ കണ്ട് ഇടുന്ന ലൈക്കുകൾ മാത്രമേ ലൈക്കായി അംഗീകരിക്കുന്നുള്ളൂ. നിങ്ങൾ വീഡിയോ കണ്ട് ഒരു നിശ്ചിത ഭാഗം കണ്ട് ഇടുന്ന കമന്റുകൾ മാത്രമേ കമന്റ് ആയി പോകുന്നുള്ളൂ, അല്ലാത്തത് സ്പാം ആയി പോകുന്നുണ്ട്. അതുപോലെ തന്നെ സബും അതുപോലെ തന്നെ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ചാനൽ കണ്ട് നിങ്ങൾക്ക് സബ് ചെയ്താൽ മാത്രമേ ആ സബും, അല്ലാത്ത പക്ഷം ഇങ്ങോട്ട് വരൂ അങ്ങോട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് കൂടെ വരാം നീ എന്റെ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന അത്തരം സബുകൾ വരെ ഇപ്പൊ സ്പാം ആയി തുടങ്ങി കഴിഞ്ഞു. അത്തരം നമ്മൾ എഴുതി അയക്കുന്ന കമന്റുകൾ സ്പാം ആയി തുടങ്ങി. അപ്പൊ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. ഇപ്പോ വാച്ചിങ് അവർ കയറ്റിക്കെടുക്കുന്നവർ ഈ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന കുറച്ച് പരിപാടി അല്ലാതെ ഈ ബോട്ട് വഴി ചെയ്യുന്ന വാച്ചിങ് അവറും പല പല ആപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന വാച്ചിങ് അവറൊക്കെ ഇപ്പോൾ യൂട്യൂബ് സ്പാം ആക്കി തുടങ്ങി, അത് കണ്ടെത്തി തുടങ്ങി. അപ്പൊ ഇത്തരം സാധ്യതകൾ കുറച്ചുകൂടെ സാധ്യതയുണ്ട് യൂട്യൂബ് എന്ന് തിരിച്ചറിയുകയും യൂട്യൂബിന് കുറച്ച് സബിന് ആവശ്യമുള്ളവർക്ക് ഇത് ചെയ്യാം. ഇതിപ്പോ കൂടുതൽ ഇതിന്റെ സാധ്യതകൾ അറിഞ്ഞുകൊണ്ടാണ് യൂട്യൂബ് ഒരിക്കൽ കൂടി ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ടവർ. അപ്പൊ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഇതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതൊരു പക്കായായിട്ട് ഞാനത് ഇപ്പൊ എനിക്കൊരു യൂട്യൂബ് ചാനലിൽ അത് പറയാൻ കഴിയില്ല എന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇതിന്റെ മെറിറ്റ്സുകൾ എല്ലാം ഞാൻ ഇവിടെ പറഞ്ഞു പ്രിയപ്പെട്ടവർ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോസ് ആണ്. ഇനിയും യൂട്യൂബ് പരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യൂട്യൂബ് പരമായിട്ടുള്ള പഠിക്കാനുള്ള എന്ത് കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും യൂട്യൂബ് തുടങ്ങി ഒരു വീഡിയോസ് എങ്ങനെ ഇടാം എന്നുള്ളത് തുടങ്ങി കയ്യിൽ ഡോളർ കിട്ടിക്കഴിഞ്ഞാലും ഇനി എന്ത് ചെയ്യണം എന്നുള്ള യൂട്യൂബിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പെയ്ഡ് സർവീസ് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. യൂട്യൂബ് പരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള വാച്ചിങ് അവർ കയറ്റുക, സബ് കയറ്റുക, ഇത്തരത്തിലുള്ള വർക്കുകളല്ലാതെ യൂട്യൂബിന്റെ എല്ലാവിധ വർക്കുകളും ഞങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പെയ്ഡായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. അതുമല്ല കുറച്ചുകൂടെ വലിയ ഡൗട്ടാണ്, എഴുതാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ കാണുന്ന നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കമന്റായി അയച്ചിടാം. എനിക്ക് സമയമുള്ളപ്പോൾ, അതായത് മാക്സിമം നിങ്ങൾ എന്നെ വിളിച്ചാൽ ഒരിക്കലും കിട്ടില്ല പ്രിയപ്പെട്ടവരെ, അതുകൂടെ പറയാം. മാക്സിമം ഞാൻ ഫോൺ എടുത്താലും ചിലപ്പോൾ സംസാരിക്കാൻ ഒരുപാട് സമയം കിട്ടിയെന്ന് വരില്ല. നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ട് എനിക്ക് അയച്ചിടാൻ പറ്റും. ഈ പറയുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കാണണമെങ്കിൽ വാട്സപ്പാണ് കുറച്ചുകൂടെ ഉചിതം. ഞാനൊരു 6-7 മണിക്ക് ശേഷം ഫ്രീ ആയി കഴിഞ്ഞാൽ ഒരുവിധ ആളുകൾക്കൊക്കെ കഴിയാവുന്നിടത്തോളം മറുപടികൾ കൊടുക്കാറുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാവിധ വർക്കുകളും യൂട്യൂബ് പരമായിട്ടുള്ള ലീഗലായിട്ടുള്ള എല്ലാവിധ വർക്കുകൾക്കും ഞങ്ങളെ സമീപിക്കാം. പെയ്ഡായിട്ട് നമ്മളിവിടെ വളരെ വൃത്തിയായി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏതൊരു പെയ്ഡ് വർക്ക് എടുക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്നത്, അതായത് ഒരു യൂട്യൂബ് മോണിറ്റൈസേഷൻ വർക്കുകൾ ചെയ്യാനാണെങ്കിൽ പോലും അതിനെടുക്കുന്ന സമയം 40-45 ദിവസമാണ്. ഈ 45 ദിവസവും നിങ്ങൾക്ക് യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വർക്കുകൾ ഇവിടുന്ന് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.